പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാൻ. ടോക്സിക്കിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം നെഗറ്റീവായിട്ട് ഈ വീഡിയോ മാറുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എല്ലാം വിധിയുടെ വിളയാട്ടം. ഫ്ലാഷ് ബാക്ക്. ഇപ്പൊ അടുത്തിറങ്ങിയ വൺ ഓഫ് ദ I would not like to say major hit ആയിരുന്നു എന്ന്. You would all know ഏത് സിനിമയാണ്. I wouldn't want to say it. And one of ഏത് നേരത്താണോ എനിക്ക് അങ്ങനെ തോന്നിയത്? ഓ നിനക്ക് അങ്ങനെ ഏത് നേരത്തും തോന്നും. Kasaba is a movie that I unfortunately watched. അതെ എനിക്ക് തോന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? Certain dialogues which were not only derogatory but most saddening to a woman in a scene. ഇതിനകത്ത് യാഷ് ഒരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഒരു കാറിനുള്ളിൽ ഏർപ്പെടുന്നതും ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളായിട്ട് മാറുകയും ചെയ്തത്. ഗീതു മോഹൻദാസിന്റെ സിനിമയിലാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്കൊക്കെ നിൽക്കണോ? കാരണം പ്രത്യേകിച്ച് WCC സമയത്ത് പ്രത്യേകിച്ച് കസബ പോലൊരു സിനിമയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടും എഗെയിൻസ്റ്റുമായിട്ട് നിന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഗീതു മോഹൻദാസ്. ഞാൻ പറയുന്നത് ഇപ്പൊ കസബയില് ഈ കുത്തിന് പിടിക്കുന്നത് വില്ലനാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് ഹീറോ ചെയ്യുമ്പോഴേ പ്രശ്നമുള്ളൂ. അല്ലാണ്ട് മമ്മൂക്ക ചെയ്യുമ്പോഴല്ല നമുക്ക് പ്രശ്നം, നമുക്ക് ഹീറോ. സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരുന്നു അന്ന് WCCയുടെ വാദം. എന്നാൽ ഇന്ന് ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ, WCCയുടെ അംഗമായ ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ സ്ത്രീകളെ ഒരു ഉപയോഗമായി മാത്രം കാണുന്നു, സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെ. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. സിനിമയിൽ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന അതേ ഗീതു മോഹൻദാസ് തന്റെ സിനിമയിൽ വേറൊരു ഭാഷയിൽ പോയിട്ട് സിനിമ സംവിധാനം ചെയ്തപ്പോൾ തന്റെ നിലപാടെല്ലാം കീഴ്മേലായിട്ട് മറിച്ച് ഇതേ രീതിയിൽ തന്നെ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു സെക്ഷൽ ഉപയോഗമായിട്ടൊരു സ്ത്രീയെ കാണുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ വിമർശനമായിട്ട് ഉയരുന്നത്. ഇത് ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ ഇത്രയധികം വാദിച്ചുകൊണ്ടിരുന്ന WCC അംഗവും കൂടിയായ ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ ഇങ്ങനൊരു രംഗവും കൂടി കാണിക്കാനുള്ള ധൈര്യം, ഔചിത്യം, ഇതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങൾ സ്വാഭാവികമായും ചോദ്യം ചെയ്യുന്നത്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.